അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം അതിൻ്റെ പാരായണം ഇന്ന് പ്രഥമസ്കന്ധത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 18 മുതൽ 34 കൂടിയുള്ള ശ്ലോകങ്ങൾ അതിതാ പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ജഹൃസ്താവുരണൗ ദേവ രമമാണം വിലോക്യതം ചക്രന്തതുസ്തദാ തൗ തു ഹ്രിയമാണൗ വിഹായസാം. ഉർവശി തദുപാകർണ്യ ക്രന്ദിതം സുതയോരിവ കുപിതോ വാചരാജാനം സമയോയം കൃതോ മയാ. നഷ്ടാഹം തവ വിശ്വാസാധൃതൗ ചോരൈർമമോരണൗ രാജൻ പുത്രസമാവേതൗ ത്വം കിം ശേഷേ സ്ത്രിയാ സമാ. ഹതാസ്മ്യഹം കുനാഥേന നപുംസാ വീരമാനിനാ ഉരണൗ മേ ഗതൗ ചാദ്യ സദാ പ്രാണപ്രിയൗ മമ. ഏവം വിലപ്യമാനാം താം ദൃഷ്ട്വാ രാജാ വിമോഹിതാ നഗ്ന ഏവ യയൗ തൂർണം പൃഷ്ഠത പൃഥിവീപതി. വിദ്യുൽ പ്രകാശിതാ തത്ര ഗന്ധർവൈർനൃപവേശ്മനി നഗ്നഭൂതസ്തയാ ദൃഷ്ടോ ഭൂപതിർഗന്ധുകാമയോ. ത്യക്തോരണൗ ഗതാ സർവേ ഗന്ധർവാ പഥി പാർത്ഥിവ നഗ്നോ ജഗ്രാഹതൗ ശ്രാന്തോ ജഗാമ സ്വഗൃഹം പ്രതി. തദോർവശീം ഗതാം ദൃഷ്ട്വാ വിലലാപാതി ദുഃഖിതാ നഗ്നം വീക്ഷ്യ പതിം നാരീ ഗതാ സാ വരവർണിനി. ക്രന്ദൻ സ ദേശദേശേഷു ബഭ്രാമ നൃപതി സ്വയം തച്ചിത്തോ വിഹ്വലശോചൻ വിവശ കാമമോഹിത. ഭ്രമൻ വൈ സകലാം പൃഥ്വീം കുരുക്ഷേത്രേ ദദർശതാം ദൃഷ്ട്വാ സംഹൃഷ്ടവദന പ്രാഹ സൂക്തം നൃപോത്തമ.
അയേ ജായേ തിഷ്ഠ തിഷ്ഠ ഘോരേ നാത്യക്തുമർഹസി മാം ത്വം ത്വന്മനസം കാന്തം വശകം ചാപ്യനാഗസം സദേഹോയം പതത്യത്ര ദേവി ദൂരം ഹൃതസ്ത്വയാ ഘാതന്ത്യേനം വൃഗാകാസ്ത്വയാ ത്യക്തം വരോരുയൽ ഏവം വിലപമാനം തം രാജാനം പ്രാഹചോർവശി ദുഃഖിതം കൃപണം ശാന്തം കാമാർത്തം വിവശം ഭൃശം ഉർവശ്യുവാച മൂർഘോസി നൃപശാർദൂല ജ്ഞാനം കുത്ര ഗതം തവ ക്വാപി സഖ്യം ന ച സ്ത്രീണാം മൃഗാണാമിവ പാർത്ഥിവ ന വിശ്വാസോ ഹി കർത്തവ്യ സ്ത്രീഷു ചൗരേഷു പാർത്ഥിവൈ ഗൃഹം ഗച്ഛ സുഖം ഭുങ്ക്ഷ്വ മാ വിഷാദേ മനഃകൃഥാ ഇത്യേവം ബോധിതോ രാജാ ന വിവേദാതിമോഹിത ദുഃഖം ച പരമം പ്രാപ്ത സ്വൈരിണീ സ്നേഹയന്ത്രിത സൂത ഉവാച ഇതി സർവം സമാഖ്യാതം ഉർവശീചരിതം മഹൽ വേദേ വിസ്താരിതം ചൈതൽ സംക്ഷേപാൽ കഥിതം മയാ. ശ്രീ ജഗദംബികായൈ നമഃ. ഇത് ശ്രീമദ്ദേവീ ഭാഗവതേ പ്രഥമസ്കന്ധേ ത്രയോദശോധ്യായ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ്ദേവീ ഭാഗവതം പ്രഥമസ്കന്ധം 13-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ ശ്ലോകം മുതൽ 34 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ ഭാഷാഗാനമായി മലയാള തർജ്ജമയായി പാടി സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അരജൻ രമിക്കും നേരം ഗന്ധർവന്മാർ സൂത്രം കാട്ടി ആട്ടിൻകുട്ടികളെ അവർ അപഹരിച്ചു. ആകാശമാർഗത്തിലവർ സഞ്ചരിച്ചിടുന്ന നേരം ആട്ടിൻകുട്ടികൾ കരഞ്ഞു. ആ സമയത്തോ മക്കളുടെ കരച്ചിൽ പോൽ നിലവിളി കേട്ട നേരം മാലിനിയാം ഉർവശിയോ കോപിഷ്ഠയായി. മഹാരാജാവിനോടവൾ പറഞ്ഞല്ലോ പരുഷമായി, മമ വാണി ഇപ്പോൾ അങ്ങു ലംഘിച്ചുവല്ലേ. അങ്ങയെ വിശ്വസിച്ചു ഞാൻ നശിച്ചു പോയി, കഷ്ടം തന്നെ. ആട്ടിൻകുട്ടികളെ ചോരർ അപഹരിച്ചു. അവർ രണ്ടും എനിക്കെൻ്റെ പുത്രന്മാർക്കു സമമത്രേ. അങ്ങാണെങ്കിൽ പെണ്ണിൻ സമം കിടക്കുന്നല്ലോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വീരനെന്നു വിമ്പിളക്കും ആണത്തമില്ലാത്തവനും നാണം കെട്ടവനുമായ പതി കാരണം നശിച്ചു ഞാൻ. എൻ്റെ പുത്ര സമരാകും ആടുകളോ നഷ്ടപ്പെട്ടു. എൻ്റെ ജന്മം വിഫലമായി. കരയുന്ന കാമിനിയെ കണ്ടു രാജൻ മോഹിതന. നഗ്നനായി ഗന്ധർവർ തൻ പിന്നാലെ പാഞ്ഞു. ഗന്ധർവരോ വിദ്യുത് പ്രഭ പരത്തിനാൻ വെളിച്ചത്തിൽ. ഉർവശിയോ നഗ്നനായ രാജനെ കണ്ടു. ആട്ടിൻകുട്ടികളെ വിട്ടു ഗന്ധർവന്മാർ മടങ്ങിപ്പോയി. ആട്ടിൻകുട്ടികളുമായി രാജൻ മടങ്ങി. നഗ്നനായ
നഗ്നനായ ഭർത്താവിനെ കണ്ട നേരം ഉർവശിയോ നേരമുട്ടും കളയാതെ സ്വർലോകം പൂകി. സുന്ദരിയാം ഉർവശിയോ തന്നെ ഉപേക്ഷിച്ചുവെന്നു. ഉർവശിയാം സുന്ദരിയോ തന്നെ ഉപേക്ഷിച്ചുവെന്ന സത്യമറിഞ്ഞതാം രാജൻ ദുഃഖിതനായി. ഉർവശിയെ ഓർത്തുകൊണ്ട് കാമമോഹിതനായി രാജൻ പലതും പുലമ്പി ദേശം തോറും നടന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഭൂമിയാകെ അന്വേഷിച്ചു കുരുക്ഷേത്രത്തിലായി കണ്ടു. മോദത്തോടെ രാജനേവം അവളോടോതി. ക്രൂരചിത്തെ നിൽക്കൂ എന്നെ ഉപേക്ഷിക്കരുതേ. നിനക്കു വിധേയൻ തെറ്റു ചെയ്യാത്തോ ഞാനും. നിന്നെ തേടി ദീർഘദൂരം ഓടി വന്ന എന്നെ നീയും നിസ്സാരമായി ഉപേക്ഷിച്ചാൽ ഞാനും മരിക്കും. നീയുപേക്ഷിച്ചതാം ദേഹം ചെന്നായ്ക്കളും കാക്കകളും ആർത്തിയോടെ കൊത്തിത്തിന്നും എന്നതു സത്യം. ഇത്തരത്തിൽ കരയുന്ന ദുഃഖിതനാം രാജനോടു ഈ വിധത്തിൽ ഉർവശിയും മെല്ലെ പറഞ്ഞു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അല്ലയോ രാജസത്തമ അങ്ങു വെറും മുഖൻ തന്നെ. അവിടുത്തെ ജ്ഞാനമെല്ലാം എവിടെ പോയി? ചതിയരാം ചെന്നായ്ക്കളോടെന്ന പോലെ ഒരിക്കലും സ്ത്രീകളുമായി സഖ്യം ചെയ്യാൻ ശ്രമിക്കരുതേ. രാജാക്കന്മാർ ഒരിക്കലും സ്ത്രീജനങ്ങളെയും പിന്നെ ചോരരെയും വിശ്വസിക്കാൻ പാടുള്ളതല്ല. വീട്ടിലേക്കു മടങ്ങിടൂ, സുഖമായി ഭക്ഷണത്തെ ആസ്വദിക്കൂ, മനസ്സിലെ വിഷാദം മാറ്റൂ. ഇത്രയൊക്കെ പറഞ്ഞിട്ടും രാജാവിനു ബോധിച്ചില്ല. ഉർവശി തൻ സ്നേഹത്തിൽ ഭ്രമിച്ചു ദുഃഖിച്ചു. ഉർവശി തൻ ചരിതത്തെ പറഞ്ഞു ഞാൻ വേണ്ട പോലെ. വേദത്തിലെ കഥ ഞാനും ചുരുക്കിപ്പാടി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സദാ സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു ലോകാംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയായി
നമ്മളിതാ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ദേവീഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ ശ്ലോകം മുതലാണ് ആരംഭിക്കുന്നത്. പുരൂരവസ്സും ഉർവശിയും തമ്മിലുണ്ടായ ആ ദാമ്പത്യബന്ധത്തെക്കുറിച്ച് പറയുന്നു. അവിടെ ഉർവശിയെ തിരിച്ചു കൊണ്ടുവരാൻ ദേവേന്ദ്രൻ ഒരു സൂത്രം കാണിച്ചു എന്നും ദേവേന്ദ്രൻ്റെ നിർദ്ദേശപ്രകാരം ഗന്ധർവന്മാർ വന്ന് ആ ആട്ടുംകുട്ടികളെ പിടിച്ചുകൊണ്ടുപോണതും പിന്നീട് അതിനെ അന്വേഷിച്ചു വരുന്ന പുരൂരവസ് വസ്ത്രം പോലും ധരിക്കാൻ മറന്നുപോയി ഉർവശി നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ട് ആ സന്ദർഭത്തിൽ അവർ ആകാശത്ത് മിന്നൽ പിണറുകൾ ഉണ്ടാക്കുന്നു. അതേ തുടർന്ന് പുറത്തു വച്ച് തൻ്റെ ഭർത്താവിനെ പുരൂരവസിനെ നഗ്നനായി കണ്ട ഉർവശി അവിടുന്ന് യാത്രയായി എന്ന് പറയാണ്. ജഹ്രുസ്താവുരണൗ ദേവാ രമമാണം വിലോക്യതം ചക്രന്തതുസ്തദാ തൗ തു ഹ്രിയമാണൗ വിഹായസ. രാജാവ് രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കി 2 ആട്ടിൻകുട്ടികളെയും അപഹരിച്ചിട്ട് ആകാശമാർഗത്തിലൂടെ പോകുമ്പോഴാണ് ആട്ടിൻകുട്ടികൾ ഉറക്കെ കരഞ്ഞത്. ഹ്രിയമാണോ വിഹായസ ഉർവശി തതുപാകർണ്യ. ആട്ടിൻകുട്ടികൾ കരയണ കേട്ടപ്പോൾ ക്രന്ദിതം സുതയോരിവ, തൻ്റെ മക്കള് എന്നതുപോലെയാണ്, അത്ര ഇഷ്ടമാണ് അല്ലേ ഉർവശിക്ക് ആട്ടിൻകുട്ടികളെ. ഇപ്പോഴത്തെ കാലത്തുള്ള ഉർവശികൾക്കോ അല്ലെങ്കിൽ പുരൂരവസുമാർക്ക് അവർക്ക് ആട്ടിൻകുട്ടികളാവില്ല, ചിലപ്പോൾ പട്ടിക്കുട്ടികളാവും. സ്വന്തം കുട്ടികളെ പോലെ നോക്കുക അല്ലേ, അങ്ങനെ കെട്ടിപ്പിടിക്കുക. വീട്ടിലൊക്കെ ആരെങ്കിലും വരുമ്പോൾ അവരെ പരിചയപ്പെടുത്തുക, ഇതെൻ്റെ മകനാണ് മകളാണ് എന്നുള്ള രീതിയിലൊക്കെ. ഇവിടെ ഉർവശിയും അതെ, സുതയോരിവ 2 മക്കൾ എന്നതുപോലെ കരച്ചിൽ കേട്ട് ഉർവശിക്ക് ദേഷ്യം വന്നു. കുപിതോ വാച, ദേഷ്യത്തിൽ എന്താ പറഞ്ഞത്? രാജാവിനോട്, രാജാനം സമയോയം കൃതോമയാ, ഞാൻ അങ്ങയോട് പ്രതിജ്ഞ ചെയ്തിരുന്നു, അതിപ്പോ അങ്ങ് ലംഘിച്ചിരിക്കുന്നു. നഷ്ടാഹം തവ വിശ്വാസ ധൃതൗ ചോരൈർ മമോരണൗ രാജൻ പുത്രസമാവേതോ ത്വം കിം ശേഷേ സ്ത്രീയാസമ. പറയുന്ന എന്താ? അങ്ങേ വിശ്വസിച്ചത് കൊണ്ട് ഞാൻ നശിച്ചുപോയി. എൻ്റെ 2 ആട്ടിൻകുട്ടികളെയും കള്ളന്മാരപഹരിച്ചു. ചോരൈർ മമോരണവും അപഹരിച്ചു കൊണ്ടുപോയില്ലേ രാജാവേ. അവർ ഇരുവരും എനിക്ക് പുത്രതുല്യരാണ്. പുത്രസമാവേദവും ത്വം കിം ശേഷേ സ്ത്രീയാസമ. എന്നിട്ടും ഒരു സ്ത്രീയെ പോലെ, പെണ്ണിനെ പോലെ ഇവിടെ ഇങ്ങനെ കിടക്ക്, ആ പൗരുഷം കാണിക്കൂന്നാണ്. ഹതാസ്മ്യഹം കുനാഥേന നപുംസാ വീരമാനിന. വീരൻ എന്ന് അഭിമാനിക്കുന്ന, വീമ്പിളക്കുന്ന, ആണത്വമില്ലാത്ത, നാണം കെട്ട, നോക്കൂ പുരൂരവസനെ കുറിച്ച് ഉർവശി പറയേണ്ടതാണ്, അങ്ങനെയുള്ള ഭർത്താവ് മൂലം ഞാൻ നശിച്ചുപോയി. ഉരണേ മേ ഗതൗ ചാദ്യ സദാ പ്രാണപ്രിയൗ മമ. എനിക്ക് പ്രാണൻ പോലെ, എൻ്റെ ജീവനെ പോലെ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന എൻ്റെ 2 ആട്ടിൻകുട്ടികളും ഇപ്പതാ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഏവം വിലപ്യമാനാം താം ദൃഷ്ട്വാ രാജാ വിമോഹിത നഗ്ന ഏവ യയൗ തൂർണം പൃഷ്ഠത പൃഥിവീപതി. ഇങ്ങനെ കരയുന്ന ആ ഉർവശിയെ കണ്ടിട്ട് കാമമോഹിതനായിരിക്കുന്ന രാജാവ്, രാജാ വിമോഹിത നഗ്ന ഏവ യയൗ തൂർണം പൃഷ്ഠത പൃഥിവീപതി, നഗ്നനായിട്ട് ആ വസ്ത്രം പോലും ധരിക്കാതെ ഈ ആട്ടിൻകുട്ടികളെ പിടിക്കാനായിട്ട് ഓടിപ്പോയി. ഈ സന്ദർഭത്തിലോ വിദ്യുൽ പ്രകാശിത, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മിന്നൽ പിണറുകൾ ഉണ്ടായി അവിടെ. വിദ്യുത് പ്രഭ കൊണ്ട് പ്രകാശമാനമാക്കി ലോകത്തെ. തത്ര ഗന്ധർവൈർ നൃപവേശ്മനി നഗ്നഭൂതസ്ഥയാ ദൃഷ്ടോ ഭൂപതിർ ഗന്ധുകാമ്യയ. അവിടെ നിന്ന് പോകാനൊരുമ്പെട്ട ആ ഉർവശി രാജാവിനെ നഗ്നനായിട്ട് കാണുകയും ചെയ്തു. ത്യക്തോരണൗ ഗതാ സർവേ ഗന്ധർവാ പഥി പാർത്ഥിവ നഗ്നോ ജഗ്രാഹ തൗ ശ്രാന്തോ ജഗാമ സ്വഗൃഹം പ്രതി. ആട്ടുംകുട്ടികളൊക്കെ വഴിയിൽ കളഞ്ഞ് ഗന്ധർവന്മാരൊക്കെ പോയി. അവരുടെ ഉദ്ദേശം എന്താ? ഈ ഉർവശിയും രാജാവും തമ്മിലുള്ള പ്രതിജ്ഞ ലംഘിക്കപ്പെടണം, ഉർവശി തിരിച്ച് സ്വർഗത്തിലേക്ക് വരണം. അതാണ് ദേവേന്ദ്രൻ ആഗ്രഹിക്കുന്നത്. ഉർവശീരഹിതം സ്ഥാനം മദീയം നാതിശോഭത്തെ എന്നാണ് പറഞ്ഞത്. ഉർവശിയില്ലാത്ത സ്വർഗത്തിന് ഒരു ശോഭയില്ലാതെ ആയിരിക്കണു. രാജാവ് ആട്ടുംകുട്ടികളെയും കൊണ്ട്
അവശനായി, യുദ്ധമൊക്കെ ചെയ്തിട്ട് അവശനായി തൻ്റെ ഗൃഹത്തിലേക്കും പോയി. തദോർവശിം ഗതാം ദൃഷ്ട്വാ വിലലാപാതിദുഃഖിത, അതിദുഃഖിതനായി കരഞ്ഞു. കാരണം എന്താ? ഉർവശി ഗതാ ദൃഷ്ട്വ, ഉർവശി പോയി എന്നറിഞ്ഞിട്ട്. നഗ്നം വീക്ഷ്യപതിം നാരി ഗതാസാ വരവർണിനി. നഗ്നം വീക്ഷ്യ, തൻ്റെ ഭർത്താവിനെ നഗ്നനായിട്ട് കണ്ടു എന്നുള്ളത് കൊണ്ട് ആ സുന്ദരിയായ ഉർവശി അവിടെ നിന്ന് പോവുകയും ചെയ്തു. ക്രന്ദൻ സദേശദേശേഷു ബഭ്രാമ നൃപതി സ്വയം തച്ചിത്തോ വിഹ്വല ശോചൻ വിവശ കാമമോഹിത. ഉർവശിയെ മാത്രം വിചാരിച്ച് ദുഃഖിച്ച് ക്രന്ദൻ സാ ദേശദേശേഷു ബഭ്രാമ, പല ദേശങ്ങളിലും അദ്ദേഹം ഇങ്ങനെ അലഞ്ഞു നടന്നു. തച്ചിത്തോ വിഹ്വലശോചൻ വിവശ കാമമോഹിത, അവളിലുള്ള ആഗ്രഹം കാരണം മോഹിതനായ അദ്ദേഹം അങ്ങനെ നടന്നു. പിന്നെന്താ പറയണത് സൂതൻ? ഭ്രമൻ വൈ സകലാം പൃഥ്വീം കുരുക്ഷേത്രേ ദദർശതാം ദൃഷ്ട്വാ സംഹൃഷ്ടവദന പ്രാഹ സൂക്തം നൃപോത്തമ. ഇദ്ദേഹം, ഈ രാജശ്രേഷ്ഠൻ ഭൂമി മുഴുവൻ ഇങ്ങനെ അലഞ്ഞ് നടന്നു. അവസാനം ഉർവശിയെ കണ്ടു. എവിടെ വെച്ച്? കുരുക്ഷേത്രേ ദദർശസ, ആ പെൺകുട്ടിയെ കുരുക്ഷേത്രത്തിൽ വെച്ച് കണ്ടു. എന്നിട്ടോ വളരെ സന്തോഷമായി. സംഹൃഷ്ടവദന, സന്തോഷത്തോടുകൂടി അദ്ദേഹം അവളോട് നല്ല വാക്കുകൾ പറഞ്ഞു എന്നാണ്. അപ്പോൾ പ്രാഹസൂക്തം നൃപോത്തമ, ഏറ്റവും ശ്രേഷ്ഠമായ വാക്കുകൾ അവിടെ പറഞ്ഞു. അയേ ജായേ തിഷ്ഠ തിഷ്ഠ ഘോരേ ന ത്യക്തുമർഹസി. നല്ല വാക്ക് പറഞ്ഞു എന്ന് പറഞ്ഞാലും എന്താ? ഹേ പത്നി, തിഷ്ഠ തിഷ്ഠ, നിക്ക, ഘോരേ ന ത്യക്തുമർഹസി, കഠിന ചിത്തയായിരിക്കുന്നവളെ, ഘോര രൂപിയായില്ല, ഘോരമായ മനസ്സുള്ളവള്, നിന്നെ തന്നെ ഓർത്തുകൊണ്ടിരിക്കുന്ന എനിക്ക്, മാം ത്വം ത്വന്മനസം കാന്തം വശകം ചാപ്യനാഗസം, എനിക്ക് നിന്നോടുള്ള സ്നേഹം, നിനക്ക് വിധേയനായി നിന്നെ മാത്രം ഓർത്തുകൊണ്ടിരിക്കുന്ന, ഒരു തെറ്റും ചെയ്യാത്ത പ്രിയപ്പെട്ട നീയ് എന്നെ ഉപേക്ഷിക്കരുതേ എന്ന് പറയുകയാണ്. സാ ദേഹോയം പതത്യത്ര ദേവി ദൂരം ഹൃതസ്ത്വയാ ഘാതന്ത്യേനം വൃകാകാസ്ത്വയാ ത്യക്തം വരോരുയത്. ദേവി, നിന്നെ തേടി എത്ര ദൂരം ആണ് ഞാൻ വന്നേക്കണത്. എൻ്റെ ഈ ശരീരം ഇപ്പോൾ ഇവിടെ വീഴും നീ എന്നെ സ്വീകരിച്ചില്ലെങ്കിൽ. നീ ഉപേക്ഷിച്ച ഈ ദേഹം വൃകാകാസ്ത്വയാ ഘാതന്ത്യേനം, എന്തുണ്ടാവും? ചെന്നായ്ക്കളും കാക്കകളൊക്കെ തിന്നും, കൊത്തിത്തിന്നും. ഞാനിവിടെ വീണു കഴിഞ്ഞാൽ എൻ്റെ ശരീരം അവർ കൊത്തിത്തിന്നും. ഏവം വിലപമാനം തം രാജാനം പ്രാഹചോർവശി ദുഃഖിതം കൃപണം ശാന്തം കാമാർത്ഥം വിവശം ഭൃശം. ഇങ്ങനെ കരയുന്ന, വിലപിക്കുന്നവനും ആ ദുഃഖിതനും നിസ്സഹായനും ശാന്തം ക്ഷീണിതനും കാമാർത്ഥനും നല്ല പോലെ തളർന്നവനുമായ വിവശം ഭൃശം ആ രാജാവിനോട് ഉർവശി ഇങ്ങനെ പറഞ്ഞു എന്നാണ്. ഉർവശിയുടെ വാക്കുകളാണ് ഇനി 3 ശ്ലോകങ്ങൾ. മൂർധോസി നൃപശാർദൂല ജ്ഞാനം കുത്രഗതം തവാ. ഹേ രാജശ്രേഷ്ഠ, നൃപശാർദൂല, രാജ നമ്മൾ പറയില്ലേ ശാർദൂലം, സിംഹം, പുലി എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ മൂർഖോസി, അങ്ങ് മൂർഖനാണ്, വിഡ്ഢിയാണ്. അങ്ങയുടെ ജ്ഞാനം എവിടെ പോയി? ക്വാപി സഖ്യം നജ സ്ത്രീണാം മൃഗാണാമിവ പാർത്ഥിവ. രാജാവേ, ഈ ചെന്നായ്ക്കളെ എന്നതുപോലെ സ്ത്രീകളുമായിട്ടുള്ള സഖ്യം ഒരിക്കലും പാടില്ല. അവർ ചതിക്കും, സ്ത്രീകളെ വിശ്വസിക്കാൻ പാടില്ല. പറയുന്നത് ഉർവശി തന്നെയാണ്. ന വിശ്വാസോ ഹി കർത്തവ്യ സ്ത്രീഷു ചൗരേഷു പാർത്ഥിവൈ ഗച്ഛ ഗൃഹം ഗച്ഛ സുഖം ഭുങ്ക്ഷ്വ മാ വിഷാദേ മനകൃത. രാജാക്കന്മാര്, അറിവുള്ള ആളുകള് സ്ത്രീകളിലും കള്ളന്മാരിലും വിശ്വാസം അർപ്പിക്കരുത്. വേഗം ഗൃഹത്തിലേക്ക് പോവൂ, സുഖമായി ഭക്ഷണം കഴിക്കൂ, സുഖം ഭുങ്ക്ഷ്വ. പിന്നെയോ മനസ്സിനെ
വിഷാദിപ്പിക്കാതിരിക്കുക. അങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ടാണ് കുഴപ്പം. ഇത്യേവം ബോധിതോ രാജ ന വിവേദാതിമോഹിത ദുഃഖം ച പരമം പ്രാപ്ത സ്വൈരിണീ സ്നേഹയന്ത്രിത. ഇങ്ങനെ പല രീതിയിൽ പറഞ്ഞിട്ടും ആ രാജാവിന് തീരെ ബോധ്യമില്ല. അത് രാജാവിന് ഉർവശിയെ വേണം. ആ സ്വൈരിണിയുടെ, ആ ഉർവശിയുടെ സ്നേഹത്തിൽ ഭ്രമിച്ച് അദ്ദേഹത്തിൻ്റെ ദുഃഖം കൂടുതൽ കൂടുതൽ കൂടുതലായി. സ്വൈരിണി സ്നേഹയന്ത്രിത ദുഃഖം ച പരമം പ്രാപ്ത. അങ്ങനെ ആ കരഞ്ഞും കൊണ്ടിരിക്കുന്നു. സൂതൻ പറയുകയാണ്, ഇതി സർവം സമാഖ്യാതം ഉർവശീചരിതം മഹൽ വേദേ വിസ്താരിതം ചൈതൽ സംക്ഷേപാൽ കഥിതം മയാ. ഇങ്ങനെ ആ ഉർവശീചരിതം, മഹത്വമേറിയ ഉർവശീചരിത്രം ഞാനിപ്പോൾ പറഞ്ഞു. വേദത്തിൽ വിസ്തരിച്ചു. ഇത് വേദേ വിസ്താരിതം ചെയ്തൽ, വേദത്തിൽ വിസ്തരിച്ചിട്ടുണ്ട്. അതിന് ആ സ്നേഹത്തിൽ ഭ്രമിച്ച അദ്ദേഹത്തിൻ്റെ ദുഃഖം അതിൻ്റെ പാരമ്യതയിലെത്തിയെന്ന് പറഞ്ഞില്ലേ, ആ വേദത്തിൽ പറഞ്ഞതിനെ ഞാനിപ്പോൾ ഇതാ സംക്ഷേപാൽ കഥിതമ്മയ, ഞാനിതിപ്പോൾ ചുരുക്കി നിങ്ങളെ കേൾപ്പിച്ചു എന്ന് പറയുന്ന 34-ാമത്തെ ശ്ലോകത്തോടുകൂടിയാണ്, ആ സൂതവാണിയോടുകൂടിയാണ് നമ്മൾ ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. നാളെ 14-ാമത്തെ അധ്യായത്തോടുകൂടി ആരംഭിക്കാം. ആ ശുകോൽപത്തി എന്നുള്ളതാണ് നമുക്ക് അടുത്ത അധ്യായത്തിൽ കേൾക്കാനുള്ളത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീ ജഗദംബികായൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ
എരിയും കർപ്പൂരം പതിയേ കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ ദേവി ആരതിയൊഴിയുന്നു ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു ഞങ്ങൾ കാലിണ കഴുകുന്നു ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ അമ്മേ ജയ ജഗദീശ്വരിയേ ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.